കോന്നിയിലെ കൂടൽ മുറിഞ്ഞകല്ല് വാഹനാപകടത്തിൽ മരിച്ച 4 പേർക്കും ജന്മനാട് വിട നൽകാൻ ഒരുങ്ങുകയാണ്. ഈ കൂടൽ എന്ന് പറയുന്ന ഗ്രാമം അത്യന്തം ദുഃഖത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. മരിച്ച മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ മത്തായി, ഭാര്യ അനു ബിജു, അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരുടെ മൃതദേഹം ഇപ്പോൾ പൂങ്കാവ് സെൻറ് മേരീസ് കാത്തോലിക്ക പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. എൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരിക്കലും ആളുകൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. നവംബർ 30-നായിരുന്നു ഇവരുടെ വിവാഹം. യഥാർത്ഥത്തിൽ നിഖിലും അനുവും വിവാഹിതരായതിനു ശേഷം അവർ മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോയി. മടങ്ങി വരുമ്പോൾ അവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വണ്ടി, 2 പിതാക്കന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഈ 4 പേർ സഞ്ചരിച്ചിരുന്ന വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ടാണെന്ന് പറയുന്നു. മറ്റൊരു വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിലേക്ക് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഈ യഥാർത്ഥത്തിൽ സെൻറ് മേരീസ് കാത്തലിക്ക പള്ളി പൂങ്കാവിൽ നിന്ന് നമുക്കൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഒരിക്കലും നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അപകട മരണമാണ് ഉണ്ടായത്. ഈ 4 പേർ, 2 കുടുംബത്തിലെ 4 പേർക്കാണ് അന്ത്യം സംഭവിച്ചത്. വളരെ വികാരഭരിതമായ അന്തരീക്ഷമായിരിക്കും അവിടെ ഉണ്ടാവുക. നമുക്കറിയാം. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് പറയാനുള്ളത്? എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ വികാരപരമായ ഒരു യാത്രയയപ്പ്, വികാരനിർഭരമായ ഒരു യാത്രയയപ്പ് തന്നെയാണ് ഈ പള്ളി ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ നേരമായി മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചത്. വളരെ വലിയൊരു ജനാവലി ഈ പൂങ്കാവ് സെൻറ് മേരീസ് സുറിയാനി കത്തോലിക്ക പള്ളിയുടെ പരിസരത്ത് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ 4 മൃതദേഹങ്ങളും മത്തായി ഈപ്പൻ, നിഖിൽ ഈപ്പൻ, അനു ബിജു, അതുകൂടാതെ അവരുടെ അനുവിൻ്റെ അച്ഛൻ ബിജു പി ജോർജ് എന്നിവരുടെ മൃതദേഹങ്ങൾ നിരനിരയായി കിടത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുരോഹിതർ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. നാട്ടുകാർ, രാഷ്ട്രീയ പാർട്ടിയിലെ ഒക്കെ പ്രമുഖരായ ആളുകൾ, അവരെല്ലാവരും തന്നെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ്. ആദ്യം കൊണ്ടുപോയത് ഈ 3 മൃതദേഹങ്ങൾ, ബിജു പി ജോർജിൻ്റെയും അഖിൽ മത്തായി ഈപ്പൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന അനുവിൻ്റെയും മൃതദേഹം ആദ്യം കൊണ്ടുപോയത് ബിജു പി ജോർജിൻ്റെയും അനുവിൻ്റെയും വീട്ടിലേക്കായിരുന്നു. അവിടെ വളരെ കുറച്ച് നേരം, ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം മാത്രമേ ആ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചുള്ളൂ. അവിടെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ആ വീട്ടിൽ മൃതദേഹം കാണാൻ ആയി എത്തിയത്. അതിനുശേഷം തൊട്ടടുത്ത് ഏതാണ്ട് 500 മീറ്റർ മാത്രമേ ഉള്ളൂ മത്തായി ഈപ്പൻ്റെ വീട്ടിലേക്ക്. അവിടേക്ക് നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. മത്തായി ഈപ്പൻ്റെ മൃതദേഹം അതിനുശേഷം അവിടേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് എടുത്തു. ഇനി 12 മണി വരെ ഇവിടെ പൊതുദർശനത്തിലുള്ള സമയമാണ്. നമ്മൾ വന്ന സമയം മുതൽ നിരനിരയായ ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. കല്ലറകളെല്ലാം സജ്ജമാക്കി കഴിഞ്ഞു. 12 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. മുതിർന്ന വൈദികരൊക്കെ തന്നെ അതിന് കാർമ്മികത്വം വഹിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 12 മണിയോടുകൂടി നാടിൻ്റെ നോവായി അവർ മണ്ണിലേക്ക് മടങ്ങുകയാണ്. കബറിടങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ വേദനയോടെ ഈ 4 പേർക്കും, മത്തായി ഈപ്പൻ, നിഖിൽ ഈപ്പൻ, ബിജു ജോർജ്, ഒരേ പള്ളി ഇടവകക്കാരാണ്. ഇവിടുത്തെ അൾത്താര ബാലനായി ഒരുപാട് കാലം ഉണ്ടായിരുന്ന, ഗായക സംഘത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് നിഖിൽ. എന്തായാലും നിഖിലിനും മത്തായി ഈപ്പനും ബിജുവിനും അനുവിനുമൊക്കെ ഒരു നാട് വികാരനിർഭരമായി തന്നെ യാത്ര ചൊല്ലുകയാണ്. ഇനി ഒരിക്കലും ഇത് അവസാനത്തെ അപകടമായിരിക്കട്ടെ എന്ന പ്രത്യാശയോടെ, പ്രതീക്ഷയോടെയാണ് ഈ ഒരു നാട് അവർക്ക് വിട ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എസ് കെ എൻ.